വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ക്രാഫ്റ്റ് ഞാനൊരു സൈക്കിൾ ടൈപ്പ് ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 18 ഐസ്ക്രീം സ്റ്റിക്കുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വീതിയും ഇത്ര വേണ്ടാത്ത കാരണം ഞാനൊരു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എത്ര കട്ട് ചെയ്ത് കളയുന്നത്. ഇതും ഈ സൈഡും വരച്ചത് കട്ട് ചെയ്ത് ലെങ്ത് കൂടുതലാ, ലെങ്ത്തും വീതിയും കൂടുതലാ. അപ്പൊ 18 ഐസ്ക്രീം സ്റ്റിക്ക് വേണം. പിന്നെ ഒരു വൂളിന്റെ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ നമുക്ക് ഇതിന് മെയിൻ ആയിട്ട് വേണ്ടത് സീഡിയും ഐസ്ക്രീം സ്റ്റിക്കാണ് കേട്ടോ, ഇതിന്റെ മെയിൻ ഐറ്റംസ്. പിന്നെ ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഒരു സ്കെച്ച് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് സ്കെച്ച് എടുത്തിട്ടുണ്ട്, പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട്, ഗിൽറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. സിൽവർ വേണം കേട്ടോ, ഇതിന് സിൽവർ ആണ് ഇതിന് അടിപൊളി. അപ്പൊ ആദ്യം നമുക്ക് നൂലുകൊണ്ടുള്ള പണി ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ മുത്തൂസിന്റെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എന്താണ് മുത്തൂസ് റെഡിയാക്കാൻ പോണെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമുക്കിത് എൻഡിലെത്തിയിട്ട് കാണാം. ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൈക്കിളാണ് കേട്ടോ, സൈക്കിൾ ടൈപ്പ് ഐറ്റമാണ്. പടമുള്ളത് നമുക്ക് വേണ്ട. CD ഷോക്കേസിലൊക്കെ ഡിസ്പ്ലേക്ക് വെക്കാൻ പറ്റിയ സൈക്കിളാണ് മുത്തൂസ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് 9 CD സെറ്റ് ആക്കി വെക്കാം. ഇനി മുത്തൂസ് റെഡി ആക്കണത് എന്താന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ്. കാത്തിരുന്ന് കഴിഞ്ഞ ഇല്ല, കറക്റ്റ് ഞാൻ പടം ഇല്ലാത്ത CD നോക്കി എടുക്കാണേ. 9 CD വേണം. ഇത് CD എടുക്കുന്നത് വീലായിട്ടാണ് കേട്ടോ. CDയുടെ ഹോൾ ഉണ്ടല്ലോ, അതിലിരിക്കാൻ ഉള്ള ഗ്യാപ്പ് വേണം കേട്ടോ. ഇതിന് ഞാൻ വരച്ചേക്കുന്നത് കറക്റ്റ് ഗ്യാപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് കയറി നോക്കാം. കയറില്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാലോ. CDയുടെ ഈ ഹോളിൽ കൂടെ ഐസ്ക്രീം സ്റ്റിക്ക് കടത്തി വെക്കാനാണ് മുത്തൂസ്. അതിനുവേണ്ടി ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്യാണ് കേട്ടോ. ഹോള് ചെറുതാണ്, CDയുടെ ഐസ്ക്രീം സ്റ്റിക്ക് വലുതാണ്. ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് ഈ ഹോളിൽ കൂടെ കേറില്ല കേട്ടോ ഫ്രണ്ട്സ്, കണ്ടോ. അപ്പൊ ഈ മുഴുവൻ ഐസ്ക്രീം സ്റ്റിക്ക് മുത്തൂസ് വീതി കുറച്ച് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. കുറേ നേരം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. കണ്ടോ, ഇതിന്റെ കറക്റ്റ് ലെങ്ത്തിന് ഇത് കട്ട് ചെയ്തെടുത്തു. കണ്ടോ, ഇപ്പൊ ലൂസാണ്. പിന്നെ നമ്മൾ ഇതിന്റെ നൂലൊക്കെ ചുറ്റി വരുമ്പോ ഇത് കറക്റ്റ് ആവും. 3 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ചുറ്റി ആദ്യം എടുക്കണം. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ വൂളൊക്കെ വെച്ചിട്ടൊരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇത്തിരി ഹെവിയാണ്. ഇതുപോലെ വൂള് ഇങ്ങനെ ചുറ്റെടുക്കണം. ഇത്തിരി ടഫാണ് കേട്ടോ. CD ചെയ്യാനാണ് ഇത്തിരി ടാസ്ക്. ഇത് 18 സ്റ്റിക്ക് ഉണ്ട്. 3 സ്റ്റിക്ക് വെച്ച് ഇതുപോലെ വൂള് ചുറ്റിയെടുക്കണം. അപ്പൊ ടോട്ടല് 6 എണ്ണം. ഒരെണ്ണം ചുറ്റി എൻ്റെ എത്തിട്ടു ഫ്രണ്ട്സ്. ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഇത്. ഇതിന്റെ എൻ്റെ എനിക്ക് കെട്ടിട്, അപ്പൊ നൂല് അഴിഞ്ഞു പോവില്ലേ മുത്തേ. ഫ്രണ്ട്സ്, ഒരെണ്ണം ഇതുപോലെ മുത്തൂസ് നൂല് ചുറ്റി എടുത്തിട്ടുണ്ട്, 3 ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച്. അപ്പൊ എല്ലാതും ഇതുപോലെ 6 സ്റ്റിക്ക് ചുറ്റി എടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ചുറ്റി എടുക്കാം ഫ്രണ്ട്സ്. അപ്പൊ 6 ഐസ്ക്രീം സ്റ്റിക്കും സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഫ്രണ്ട്സ്, ഇതുപോലെ നൂല് ചുറ്റിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 6 സ്റ്റിക്ക്, ഓരോ സ്റ്റിക്കിലും 3 സ്റ്റിക്ക് ഉണ്ട്. അതന്നെ, ടോട്ടൽ 18 സ്റ്റിക്ക് ഉണ്ട്. ഇനി ഇതുപോലെ CDയിലും 3 CD വെച്ച് എത്ര CD ചുറ്റണം? 9 CD എടുത്ത് 3 CD വെച്ച് 3 എണ്ണം ഇതുപോലെ വൂള് ചുറ്റി എടുക്കണം കേട്ടോ. ഇതാണ് ടാസ്ക്. അപ്പൊ മുത്തൂസ് CDയും ഇതുപോലെ വൂള് ചുറ്റി എടുത്തിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അതാണ് ടാസ്ക് കേട്ടോ. എളുപ്പാണ്, കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. അതല്ലേ. അപ്പൊ 3 CD വെച്ച് 3 എണ്ണത്തുനിന്ന് ഇതുപോലെ വൂള് ചുറ്റി എടുത്തിട്ട് കാണാം. ഫ്രണ്ട്സ്, ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ 3 എണ്ണം വെച്ച് മുത്തൂസ് ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ വെക്കാം. എങ്ങനെയാണ്? അങ്ങനെ അകത്തി വെക്കാം. അപ്പൊ ശരിക്കും വീല് പോലെയാവും അല്ലേ? വീലിന്റെ നമ്മുടെ നോർമൽ ടയറിന്റെ, സൈക്കിളിന്റെ ടയറിന്റെ ഒക്കെ വീലിന്റെ ഇതിനുണ്ടാവില്ല, കമ്പിയില് സ്റ്റീലിന്റെ ഇത്, അതുപോലെ ഇത്. നല്ല ഭംഗിയായി, ശരിക്കും വീല് പോലെ തന്നെ അല്ലേ? ഒരേ ഡിസ്റ്റൻസിൽ നൂല് ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഇനി നമ്മൾ ഇതും വെക്കുമ്പോൾ അടിപൊളിയാവുമല്ലോ. 2 CDയും കൂടി ഇതുപോലെ ആക്കി എടുക്കുക, 3 എണ്ണം വെച്ച്. ഫ്രണ്ട്സ്, അപ്പൊ 3 CDയും സെറ്റ് ആക്കിയിട്ടുണ്ട്.
സൂപ്പർ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് അല്ലേ? യെസ് യെസ് യെസ്. 3 CD 3 വെച്ച് മുത്തൂസ് ഇതുപോലെ വൂള് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചുറ്റിക്കഴിഞ്ഞു. ഇത്ര ആക്കിയിട്ടും അമ്മയ്ക്ക് ഞാൻ എന്താ ഉണ്ടാക്കണ്ടേന്ന് പിടി കിട്ടിയിട്ടില്ല. ഇനി എന്താണ് അടുത്തത്? ഞാൻ എന്താക്കിയ ഗിൽറ്റ് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, ഒരെണ്ണത്തിനും കൂടി മേടിച്ചിട്ടുണ്ട് കപ്പ്. ഈ കപ്പ് ഗ്ലാസ്സിനും കൂടി നമുക്ക് CD നൂല് ചുറ്റണം കേട്ടോ. ഇത് എങ്ങനെ വട്ടമല്ലേ? ഇങ്ങനെ അതിന് മുൻപ് ഇത് ഇവിടെ ഒട്ടിക്കാം. എവിടെ? ഇവിടെ. എന്തിനാ? അത് വേണം. എന്നിട്ട് അതിന്റെ അടിയിലാണ് നൂല് ചുറ്റുന്നത്? അതിന്റെ അടിയിൽ നിന്ന് മുതൽ വേണം നൂല് ചുറ്റാൻ. ഓ, ഗ്ലാസ് ആണ് വൂള് ചുറ്റി എടുക്കേണ്ടത്. അതിന് മുൻപ് സിൽക്ക് പേപ്പർ ഒട്ടിക്കണം അല്ലെ? ഗ്ലാസ് ഭംഗി കിട്ടാൻ. ഓ, ഗ്ലാസ് സിൽക്ക് പേപ്പർ ഒട്ടിക്കാണ് കേട്ടോ ഫ്രണ്ട്സ് മുത്തൂസ്. ഗിൽറ്റ് പേപ്പർ അല്ലേ? എത്തില്ല അല്ലേ? ലേശം പണി തന്നു കേട്ടോ ഫ്രണ്ട്സ്. എത്തില്ല. അപ്പൊ നമുക്കൊരു കുഞ്ഞു പീസ് കട്ട് ചെയ്യണ്ടേ? സിൽക്ക് പേപ്പർ നമ്മൾക്ക് ഉണ്ടാക്കാം മുത്തൂസേ. ഇങ്ങനത്തെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് എൻ്റെ ഗിൽറ്റ് ഫുൾ ഗിൽറ്റ് പേപ്പർ റെഡി. ഇത് ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനെ ചുറ്റും ബോള് ചുറ്റാം. ഓക്കെ, ഇനി ഗ്ലാസ്സിന് ചുറ്റും വൂള് ചുറ്റിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ഇതുപോലെ ഇങ്ങനെ വൂള് ചുറ്റിയെടുക്കുക അല്ലേ ഫ്രണ്ട്സ്? നമുക്ക് സൈഡിൽ ഒട്ടിക്കാം കേട്ടോ ഗിൽറ്റ് പേപ്പർ. സീഡിയുടെ സൈഡിൽ കണ്ട നല്ല ഭംഗിക്ക് വേണ്ടി ഒട്ടിക്കാനാണ് കേട്ടോ, റൗണ്ട് ആയിട്ട്. ഓ, അങ്ങനെ അല്ലേ? ഫ്ലോറിലാക്കല്ല പശ? ഇല്ല, ആക്കെല്ലാം ഫെവിക്കോളല്ലേ പറിച്ച് കളയാൻ പറ്റുമോ? അങ്ങനെ ഒട്ടിക്കുന്നേ? ഓ, ഇതുപോലെ ഒട്ടിക്കാനാണ് അല്ലേ? ഹായ്, നല്ല ഭംഗി. അപ്പൊ മുത്തൂസ് ഇത് 3 CD ഇതുപോലെ സിൽക്ക് പേപ്പർ ഒട്ടിക്കട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഗിൽറ്റ് പേപ്പർ ഇതുപോലെ ഇത്രേ ഉണ്ടായുള്ളൂ കേട്ടോ, റൗണ്ട് എത്തിയില്ല. അപ്പൊ വീണ്ടും മുത്തൂസ് അത് കട്ട് ചെയ്ത് റൗണ്ട് എത്തിക്കാണ്. ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഫെവിക്വിക്ക് പശ വാങ്ങിട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നല്ലോണം ഒട്ടും അത് ഇതുപോലെ ഒട്ടിക്കാം. അങ്ങനെ നമ്മുടെ ഓരോ വീടും മുത്തൂസ് ഗിൽറ്റ് പേപ്പർ റൗണ്ടിൽ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാണ് കേട്ടോ. 3 വീല് മുത്തൂസ് ഇതുപോലെ ഗിൽറ്റ് പേപ്പർ ഒട്ടിച്ച് സൂപ്പറാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി എന്താ മുത്തൂസ് ഐഡിയ? ഇനി എന്താണ്? ഓ, അതുപോലെ വെക്കാനാ? സൂപ്പർ, അടിപൊളി സൈക്കിള്. ഇത് സൈക്കിളാണ് മറ്റേ പശ വെച്ചൊട്ടിക്കില്ല, അപ്പൊ അവിടെ നിന്ന് വേഗം വിട്ടുപോരില്ല. ഇനി എന്താണ്? അവിടെ കുറച്ച് പശ കൊടുത്താൽ മതി, അപ്പൊ നല്ല ഭംഗി അങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ. ഓ, അടുത്ത വീലും വെച്ചേ. ഇപ്പൊ തന്നെ എന്തോ ഒരു വണ്ടിയുടെ ഒരു ഷേപ്പ് ആയി തുടങ്ങി. വാവ്, സൂപ്പർ. സൂപ്പർ. മുത്ത അവിടെ നിന്ന് ഉരുട്ടിയ ഉരുട്ടിയ മുത്ത. ഇനി എന്താണ് ഐഡിയ? അടുത്ത പരിപാടി എന്താണ്? ഇങ്ങനെ ഒട്ടിക്കാനാണ് അല്ലേ? ഹായ്, സൈക്കിളാണ്. സൈക്കിളാണല്ലോ മുത്തൂസേ. മനസ്സിലാക്കരുത്, ഇത് ഫുള്ളായി കഴിയുമ്പോ സൈക്കിളാണല്ലേ എക്സ്പ്രഷൻ മുത്തൂസേ. അതങ്ങനെ ഒട്ടിക്കാണ് അല്ലേ? ഓ, ഇതിന് ഫെവിക്വിക്ക് പശ തന്നെ വേണം കേട്ടോ ഫ്രണ്ട്സ്. അതന്നെ. മറ്റേത് സാധാ ഇതുപോലത്തെ ഇത് ഏതാണ് മുത്തേ പശ? സൂപ്പർ ഫെവിക്കോള് പശ കാര്യമില്ല കേട്ടോ ഫ്രണ്ട്സ്. ഫെവിക്വിക്ക് പശ തന്നെ വേണം ഇതുപോലെ ഒട്ടിക്കാനായിട്ട്. കാണുമ്പോ തന്നെ നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട്. CD വേണം, ഐസ്ക്രീം സ്റ്റിക്ക് വേണം കേട്ടോ ഫ്രണ്ട്സ്. ഇത് വൂള് വേണം. വൂളാണ് മെയിൻ.
വൂള് ഇതുമ്മ ചുറ്റിയപ്പോഴാണ് ഭംഗിയായത്. അമർത്തി വയ്ക്കുക, നന്നായി അമർത്തി പിടിക്ക്, എന്നിട്ട് പശൊഴിക്ക്. അയ്യോ ഈ സാധനം ഉരുളണ്ട് പിടിക്കാൻ ഇങ്ങോട്ട് പിടിക്കേ. ആ പിടിക്കാം. കൈ വിട്ടോ, കൈത്തെ കൈ പൊട്ടില്ല, ഒട്ടില്ല. ഓക്കെ, ഒട്ടട്ടെ അങ്ങട്, നല്ല പോലെ ഒട്ടട്ടെ. മുത്തൂസിന്റെ സൈക്കിൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തൂസിന്റെ CD സൈക്കിൾ കേട്ടോ ഫ്രണ്ട്സ്, എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കരുത് നല്ലടേ സെറ്റായി. എന്തൊരു ഭംഗിയാ ഫ്രണ്ട്സ്, സൂപ്പർ, അടിപൊളി. ഇനി ഒന്ന് ഗ്ലാസ് വെക്കണ്ടേ? ഗ്ലാസ് മാത്രല്ല ഇതിന്റെ ഹാൻഡിലെ കാരുണ്ടാക്കൂ. ബാക്കി 3 സ്റ്റിക്ക് ഉള്ളത് എന്തിനാ? ലെവലുള്ള ഭാഗം നോക്കി വേണം വെക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും. ഇങ്ങനെ വെക്കണല്ലേ? ഹാൻഡിൽ ഇല്ലാണ്ട് എന്ത് സൈക്കിളില്ല മുത്തൂസേ. ഞാൻ ഇത് കണ്ടപ്പോ ഇതന്നെ നല്ല ലുക്ക് ഉണ്ട് മുത്തേ. അത് കണ്ടപ്പോ തന്നെ ഞാൻ വിചാരിച്ചാ കഴിഞ്ഞു. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ആഹാ, എന്താ ഭംഗി ഫ്രണ്ട്സ്, സൂപ്പർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്തായാലും ഇത് മുത്തൂസിന്റെ ഐഡിയ തന്നെയാണ്. മുത്തൂസിന്റെ മാത്രം. സൂപ്പർ. അതെന്തിനാ? നേരെയാക്കാൻ. ഇനി ഒരു സ്റ്റിക്ക് എവിടെ വെക്കാനാ? വാവ്, ഇതാണ് ഹാൻഡിൽ. എന്തോ ഭംഗി ഫ്രണ്ട്സ്, സൂപ്പർ, അടിപൊളി. ഇനി എന്താണ്? ഇനി നമ്മുടെ ഗോൾഡൻ കപ്പ്. കൊട്ടയിൽ വെക്കാൻ നമുക്ക് റെഡ് കളർ പൂ പൊട്ടിക്കാൻ പറ്റേ. എന്തൊരു ഭംഗിയാ ഫ്രണ്ട്സ്, അടിപൊളി. ഫ്രണ്ട്സ്, മുത്തൂസിന്റെ ഇന്നത്തെ ക്രാഫ്റ്റിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? അടിപൊളി, എനിക്ക് നല്ല ഇഷ്ടമായി മുത്തേ. സൂപ്പർ. മുത്തൂസെ ഓരോ ദിവസം ഓരോന്ന് റെഡി ആക്കുമ്പോ ഇത് സൂപ്പർ, എല്ലാ ദിവസത്തിലും സൂപ്പർ ഇതാന്ന് പറയും. ഇത് അടിപൊളിയായി മുത്തൂസെ, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇനി ഇതില് പൂ വെക്ക്. പൂ പൊട്ടിക്കാൻ പോവാണ് കേട്ടോ മുത്തൂസ്. ഇരുട്ടായിട്ട ഫ്രണ്ട്സ്, മുത്തൂസ് പൂ പൊട്ടിക്കാൻ പോവാണ് കൊട്ടയിൽ വെക്കാൻ. ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ പൂ പൊട്ടിച്ച് വന്നേ. ആഹാ, ഇനി വെള്ളയും വെച്ചോ? വെള്ള വൈറ്റ് പൂ. സൂപ്പർ. മുത്തൂസിന്റെ ക്രാഫ്റ്റ് ഇന്നത്തെ കഴിഞ്ഞില്ല. ഇനി കഴിഞ്ഞില്ലേ? ഇനി എന്താണ്? വളരെ സിമ്പിളാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത് റെഡിയാക്കാൻ. ഇത്തിരി ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ മൂളിങ്ങനെ ചുറ്റാൻ അല്ലേ, CD-യും ഈ സ്റ്റിക്കും ചുറ്റാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഇതെന്താ? അവിടെ സിൽക്ക് പേപ്പർ ഒട്ടിക്കുന്നില്ല, അവിടെ സ്റ്റിക്കിന്റെ എൻഡ് ഭാഗം ഇങ്ങനെ കാണാതിരിക്കാൻ. അവിടെ സ്റ്റോൺ ഒട്ടിക്കിന്. അടിപൊളി ഫ്രണ്ട്സ്, സൂപ്പർ, അടിപൊളി. അവിടെ ഒരു സ്റ്റോൺ ഒട്ടിച്ചു നോക്കൂ ഫ്രണ്ട്സ്. ഹാൻഡിൽ അടിപൊളി. ഹാൻഡിലിന്റെ ഇവിടെ എന്താണ് ഒട്ടിക്കുന്നത്? ഭംഗിക്ക് വേണ്ടി സിൽക്ക് പേപ്പർ മുത്തൂസ് ഈ സ്റ്റിക്ക് കണ്ടോ, ലവ് ആകൃതിയില്. ഇവിടെ ഒട്ടിക്കാണ് കേട്ടോ. ഈ ഐസ്ക്രീം സ്റ്റിക്കിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് അവിടെ കാണുന്നുണ്ട്, അത് കാണൂല, കൂടുതൽ ഭംഗിയും കിട്ടും. മുത്തൂസിന് നല്ല കലാവാസന ഉണ്ട് കേട്ടോ മുത്തൂസ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഫ്രണ്ട്സ്. ഇതൊക്കെ മുത്തൂസിന്റെ ഐഡിയ ആണ്. CD ഇവിടെ കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ CD എടുത്തിട്ട് മുത്തൂസ്, പിന്നെ നമ്മൾ വാങ്ങിയത് എന്താണ് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയത് വൂളും
ഈ സിൽക്ക് പേപ്പറും ആണ് വാങ്ങിയിട്ടുള്ളത്. അതന്നെ ബാക്കി പേപ്പർ ഗ്ലാസ് ഒക്കെ ഇവിടെ ഞാൻ ശേഖരിച്ചൊക്കെ. ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടായപ്പോ കുറച്ച് ഗ്ലാസ് കിട്ടിയായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അതാണ് ഈ ഗ്ലാസ്. പിന്നെ വൂളും സിൽക്ക് പേപ്പറും വാങ്ങി. ഐസ്ക്രീം സ്റ്റിക്ക് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വെച്ചാൽ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഐസ്ക്രീം സ്റ്റിക്ക് മുത്തൂസിന്റെ ക്രാഫ്റ്റിന് മുത്തൂസിന് പണ്ടേ വാങ്ങി കൊടുത്തിട്ടുള്ളതാണ്. കൊറേ ഉണ്ടട്ടി. അതന്നെ. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് കട്ടയുണ്ടാവുന്നു അല്ലെ? ചെറിയ സ്റ്റിക്ക് ആണെങ്കിൽ കട്ടയുടെ ആവശ്യമില്ല. നമ്മള് ചോക്കോബാർ ഒക്കെ വാങ്ങിക്കുമ്പോഴത്തെ അതുപോലെ കിട്ടണ ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിൽ നമുക്കിത് കട്ടയുണ്ട. ഇത് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ചമ്പോ ഇങ്ങോട്ട് നീക്കാച്ച മുത്തൂസേ, ഞാൻ നന്നായി ഒന്ന് പിടിക്കട്ടെ അതിനെ. മുത്തൂസ് ഒന്ന് മാറിയിരുന്നേ. ഇപ്പൊ നമ്മളൊന്നും വേണ്ടല്ലേ? സൂപ്പർ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ സൈക്കിള് നോക്കൂ. ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, ബാക്ക് വ്യൂ. മുത്തൂസ് ഇന്ന് റെഡിയാക്കിയ ക്രാഫ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മുത്തൂസിന്റെ സൈക്കിൾ അടിപൊളി, സൂപ്പർ, നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടാ, ലൈക്ക് ചെയ്യണേ. ഇത് നമുക്ക് ഷോക്കേസിൽ വെച്ചാലോ? ഓക്കെ, ഷോക്കേസിലേക്ക്. മുത്തമ്മ കണ്ടം വിട്ടുട്ടോ ഫ്രണ്ട്സ് മുത്തൂസിന്റെ സൈക്കിൾ കണ്ടിട്ട്. എന്താ ഭംഗി ഫ്രണ്ട്സ്. പിന്നെ ഭംഗി കൂടി കൂടി വരിക. സൂപ്പർ. അശ്ശടാ എന്തൊരു ഭംഗി അവിടെ ഇരിക്കണേ. ഇതാണ് നമ്മുടെ മുത്തൂസ്. മുത്തൂസിന്റെ സന്തോഷം നോക്കൂട്ടോ ഫ്രണ്ട്സ്. മുത്തൂസ് വരെ വിചാരിച്ചില്ല ഇത്ര ഭംഗിയാവുന്നില്ല മുത്തൂസേ. അതന്നെ ഊഹത്തിലങ്ങോട്ട് തട്ടിക്കൂട്ടി. നല്ല ഭംഗിയുണ്ട്, സൂപ്പർ ഫ്രണ്ട്സ്. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടെ. എല്ലാവരുടെ വീട്ടിലും ഒരുവിധം എല്ലാവരുടെ വീട്ടിലും CD ഉണ്ടാവും അല്ലെ? പഴയ CD ഇരിക്കുന്നുണ്ടാവും. പണ്ടത്തെ കാലത്തൊക്കെ കൂടുതൽ ഇത് തന്നെയല്ലേ? CD തന്നെയല്ലേ അല്ലേ? അപ്പൊ CD എടുക്ക. പിന്നെ ഏതാണ് വൂള് മാത്രം വാങ്ങിയാൽ മതി അല്ലേ? ഗിൽറ്റ് പേപ്പറും നമ്മൾ ഇതിന്റെ വീലിന്റെ അവിടെ ഇങ്ങനെ ആക്കാനാണ് ഗിൽറ്റ് പേപ്പർ. അതന്നെ. അപ്പൊ ഇത് അടിപൊളി ഫ്രണ്ട്സ്, സൂപ്പർ. താങ്ക് യു ഫ്രണ്ട്സ്. ഇതിന്റെ ഫ്രണ്ടിൽ നോക്കൂ, ലൈറ്റ് ഇരിക്കുന്ന പോലെ, ശരിക്കും ഹെഡ്ലൈറ്റ് പോലെ. ഹെഡ്ലൈറ്റ് പോലെ അല്ലേ? വൈറ്റ് ഗിൽറ്റ് പേപ്പർ ഒട്ടിച്ചപ്പോ ശരിക്കും ഹെഡ്ലൈറ്റ് പോലെ. മുത്തൂസ് ഇന്നത്തെ ക്രാഫ്റ്റ് മുത്തൂസ് ഈ വെക്കേഷനിൽ ചെയ്ത ക്രാഫ്റ്റിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ ക്രാഫ്റ്റ് എന്നാണ്. സൂപ്പർ ആയാലും മതി. ഈ വെക്കേഷനിൽ ചെയ്ത അതിശ്രേഷ്ഠ സൂപ്പറിന്റെ അമ്മ പറയുള്ളൂ. അമ്മ എനിക്ക് അറിഞ്ഞൂടെ? ഓരോ ദിവസവും മുത്തൂസ് കൂടുതൽ സൂപ്പർ ക്രാഫ്റ്റുകൾ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. മുത്തൂസിന്റെ ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.